കുട്ടികളെ ചില കുട്ടികൾ നമ്പർ സീരീസ് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 5 ചോദ്യങ്ങൾ ഞാൻ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് തന്ന 5 ഹോംവർക്കിൽ 5 എണ്ണമാണ് ഇത്. അതിലൊന്നാമത്തെ ചോദ്യം നോക്കുക ആദ്യം. ഒന്നിനോട് ഒന്നിൻ്റെ സ്ക്വയർ കൂട്ടി, അതാണ് 2. 2നോട് രണ്ടാമത്തെ സംഖ്യയോട് 2ൻ്റെ സ്ക്വയർ കൂട്ടുക, അപ്പോഴാണ് 6 കിട്ടുക. മൂന്നാമത്തെ സംഖ്യയോട് 3ൻ്റെ സ്ക്വയർ കൂട്ടിയപ്പോഴാണ് 15 കിട്ടിയത്. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. ഇനി നാലാമത്തെ സംഖ്യ 15 ആണല്ലോ. ഇതിനോട് 4ൻ്റെ സ്ക്വയർ 16 അല്ലേ, 4ൻ്റെ സ്ക്വയർ അത് കൂട്ടിയപ്പോഴാണ് 31 കിട്ടിയത്. ഇനി 31 എന്ന് പറയുന്നത് 5ാമത്തെ സംഖ്യയാണ്. ഈ സംഖ്യയോട് 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 അല്ല. 25 കൂട്ടിയാൽ കിട്ടുന്നതാണ് അടുത്ത സംഖ്യ. അത് 56 ആണ് വരിക. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ സംഖ്യയെ 1 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 1 കൂട്ടുക, അപ്പോൾ ഇത് കിട്ടും, രണ്ടാമത്തെ കിട്ടും. ഇനി രണ്ടാമത്തെ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ 5 കിട്ടും. മൂന്നാമത്തെ സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ 16 കിട്ടും. നാലാമത്തെ സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാൽ 65 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നത്, ഇത് 5ാമത്തെ സംഖ്യയാണല്ലോ, ഇതിനെ 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് 1 കൂട്ടിയാൽ ഇവിടുത്തെ സംഖ്യ കിട്ടും. അതേതാണ് കിട്ടുക? 326 കിട്ടും. 326. ഇനി ലാസ്റ്റത്തെ നോക്കുക. മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം. ഒന്നാമത്തേനോട് 2 കൂട്ടുക, എന്നിട്ട് അതിൻ്റെ പകുതിയാണിത്, രണ്ടാമത്തെ. ഇതിനോട് 1 കൂട്ടുക, എന്നിട്ട് അതിൻ്റെ പകുതിയായത്. ഇതിനോട് 0 കൂട്ടുക, എന്നിട്ട് അതിൻ്റെ പകുതിയായത്. അപ്പോൾ ഇവിടുന്ന് 2 കൂട്ടി പകുതി എടുത്തു, 1 കൂട്ടി പകുതി എടുത്ത്, പിന്നെ 0 കൂട്ടി പകുതി എടുത്ത്, ഇനി 1 കുറച്ചിട്ട് പകുതി എടുക്കണം. ഇതിൻ്റെ 1 കുറച്ചാൽ 30 വരും, അതിൻ്റെ പകുതി 15. ഇനി നാലാമത്തെ ചോദ്യം നോക്കുക. ഇവിടെ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 1ൻ്റെ ക്യൂബ് കാണാം. 1ൻ്റെ ക്യൂബ് എത്രയാണ്? 1 × 1 × 1. 2ൻ്റെ ക്യൂബ് എത്രയാണ്? 2 × 2 × 2 8. 3ൻ്റെ ക്യൂബ് 3 × 3 × 3 27. അങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സംഖ്യ കിട്ടാൻ 1ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ, അതിൻ്റെ 1 കുറച്ചതാണിത്. ഇനി രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബ് 8 വരിക, അതിൻ്റെ 1 കുറച്ചതാണ് 7. ഇനി 3ൻ്റെ ക്യൂബ് 27 ആണ്, അതിൻ്റെ 1 കുറച്ചതാണ് 26. 4ൻ്റെ ക്യൂബ് 64 ആണ്, അതിൻ്റെ 1 കുറച്ചതാണ് 63. 5ൻ്റെ ക്യൂബ് 125 ആണ്, അതിൻ്റെ 1 കുറച്ചതാണ് 124. അങ്ങനെയാണെങ്കിൽ 6ൻ്റെ ക്യൂബ് 216 വരിക, അതിൻ്റെ 1 കുറച്ചാൽ 215 ഉത്തരം. ഇനി അടുത്ത അവസാനത്തെ ചോദ്യം. ഇതിനോട് 1നോട് 1 കൂട്ടി 2, പിന്നെ 3 കൂട്ടി, പിന്നെ 5 കൂട്ടി, പിന്നെ 7 കൂട്ടി. അപ്പോൾ കൂട്ടി പോകുന്നത് എങ്ങനെയാണ്? 1, 3, 5, 7 ഒറ്റ സംഖ്യയാണ് കൂട്ടി പോകുന്നത്. 1 കൂട്ടി, ഇവിടെ 3 കൂട്ടി, ഇവിടെ 5 കൂട്ടി, ഇവിടെ 7 കൂട്ടി, ഇനി 9 കൂട്ടണം, അപ്പോൾ 26 കിട്ടും. ഇതാണ് ഉത്തരം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം.